കഴിഞ്ഞ ആഴ്ച നമ്മൾ ദാനിയേൽ പുസ്തകത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു. അതിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി. ഒന്ന്, ദൈവത്തിൻ്റെ സർവാധികാരം, അല്ലെങ്കിൽ ദൈവത്തിന് ഗോഡ്സ് സോവർണിറ്റി, സർവാധിപത്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ 1-2 വചനത്തിൽ നമ്മൾ വായിച്ചു. ജെഹോക്യാം രാജാവിനെ ദൈവം ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന് കൊടുത്തു. അപ്പം ഒരു രാജാവിനെ വാഴിക്കുന്നതും രാജാവിൻ്റെ വാഴ്ച നിലനിർത്തുന്നതും ആ രാജാവിനെ തോൽപ്പിക്കുന്നതും അല്ലെങ്കിൽ രാജ്യസ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റുന്നതും ഇത് ലോകത്തിലെ കാര്യമാണ്. ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ തീരുമാനിക്കുന്നതും സർവശക്തനായ ദൈവമാണ്. അപ്പോൾ ഒരു വിശ്വാസി ഈ ദാനിയേൽ പുസ്തകം വായിക്കുമ്പം അവൻ ഒന്നാമതായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യം, ഈ ലോകവും അതിലുള്ളതൊക്കെയും സൃഷ്ടിച്ച ദൈവം ഇതിൻ്റെ ഏറ്റവും മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റുന്നതിലും ദൈവത്തിൻ്റെ സർവാധിപത്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് നമുക്ക് ദൈവം തരുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയാണ്. ദാറ്റ് ഗാഡ് ഈസ് എ സോവറിൻ ഗാഡ്. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലോകത്തിൽ നമുക്ക് കർത്താവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള പ്രാഗൽഭ്യം വളരെയധികമായിട്ട് കൂടും. പിന്നെ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ ദാനിയേൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു നിലപാട് വായിച്ചു. അതായത് രാജഭോജനത്തിന് മുമ്പിൽ താൻ എടുത്ത ഒരു നിലപാട്. ഈ രാജഭോജനം കൊണ്ട് എൻ്റെ ശരീരത്തെ ഞാൻ മലിനമാക്കുകയില്ല എന്ന് ദാനിയേലിൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. അത് നമ്മൾ വായിക്കുന്നത്. സോ ഒരു നിലപാടെടുത്തു എന്ന് പറഞ്ഞാൽ അൺകോംപ്രമൈസിങ് ആയിട്ട് ജീവിക്കുക. അവിടെ തൻ്റെ മുമ്പിൽ വിളമ്പിയ ഭക്ഷണത്തിൻ്റെ മേളിൽ ഭക്ഷണം എത്ര രുചികരമാണെങ്കിലും അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കെതിരായതുകൊണ്ട് താൻ അത് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തി. ദെർബായി അവിടെ ഒരു ജയാളിയാകുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ 2-ാമത്തെ വിഷയമായിട്ട് പഠിച്ചത്. ഇനിയും കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കാതെ പോയ ഒരു വാക്കും കൂടിയുണ്ട്. ദാനിയേൽ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്ക് വിഷൻ, അല്ലെങ്കിൽ വെളിപാട്, അല്ലെങ്കിൽ ദർശനം. ഓക്കെ, വിഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരു സൈറ്റ്, ഒരു കാഴ്ച, അല്ലെങ്കിൽ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഒരു വെളിപാട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട്. ഇതെല്ലാം വിഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ വിഷൻ നമ്മൾ ഈസ്വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉള്ളവർ നെറ്റിനകത്തൂടെ നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ നോക്കിയപ്പം അതിനകത്ത് വിഷനും ഉണ്ട്, വിഷൻസും ഉണ്ട്. ഈ രണ്ട് പദങ്ങൾ ടോട്ടലി ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്ടോ 32 തവണ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഇതൊരു എൻഡ് ടൈം പ്രൊഫസി ആയതുകൊണ്ട് ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് പാഠങ്ങൾ ഉൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ വിഷനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. ഇന്ന് ഞാൻ ഈ വിഷൻ എന്ന് പറയുമ്പം കുറേ ആളുകൾ കാണുന്ന വ്യാജ ദർശനത്തെക്കുറിച്ചല്ല. മനസ്സിനകത്ത് എന്തെങ്കിലും വെച്ച് ദൈവം ഇന്നത് കാണിച്ചു, ഇത് കാണിച്ചു, എന്നാൽ എന്തുവാ കാണിച്ചെന്നവർക്ക് അറിയാത്ത വിഷനല്ല, ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്ന കാര്യമാണ്. ഇന്ന് ഏറ്റവും ആവശ്യവും മനുഷ്യർക്ക് വേണ്ടത് ഈ ഉൾക്കാഴ്ചയാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, പലതും അത് നമ്മുടെ തലയിലിരിക്കുകയാണ്. അത് നമ്മുടെ ഉള്ളിൽ റെവലേഷനായി തീർന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. നമുക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, പത്രോസ് കർത്താവിൻ്റെ കൂടെ നടന്നു. കർത്താവ് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് അതിന് മറുപടി കൊടുത്തു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നീ
ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഇതൊരു വെളിപാടാണ്, നിനക്ക് കിട്ടിയ വെളിപാട്. ആരാണ് ഇത് വെളിപ്പെടുത്തിയത്? ഞാൻ എന്നല്ല കർത്താവ് പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി. ഒരു ജഡരക്തവുമല്ല നിന്നെ ഇത് മനസ്സിലാക്കിയത്. അപ്പം ഇതാണ് മനുഷ്യർക്കെന്ന് വേണ്ടത്. ഇന്ന് ഇതില്ലാത്തതിൻ്റെ ഒരു കുഴപ്പം, സദൃശ്യവാക്യം അതിൻ്റെ 29-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വെളിപാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. അതായത് ഇംഗ്ലീഷിലും കൂടെ വായിക്കാം: വേർ ദർ ഈസ് നോ വിഷൻ ദ പീപ്പിൾ ആർ അൺറിസ്ട്രെയിൻഡ്. കെട്ടഴിച്ചു വിട്ടേക്കുന്ന രീതിയിലാണ്, ഒരു നിയന്ത്രണവുമില്ലാതെ ജീവിക്കുകയാണ്. ബട്ട് ഹാപ്പി ഈസ് ഹീ ഹൂ കീപ്സ് ദ ലോ. ലോ അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ അതായത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരും അനുസരിക്കുന്നില്ല. ദൈവത്തിൻ്റെ വേർഡ് കേട്ടിട്ട് അതിനെക്കുറിച്ച് ഉൾക്കാഴ്ച ഉള്ളവർക്ക് മാത്രം ഈ ദൈവത്തെ ഭയക്കാനും ദൈവവചനത്തെ ആദരിക്കാനും ആ ദൈവവചനം അനുസരിക്കാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ എൻഡ് ടൈംസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന ഇതായിരിക്കണം: കർത്താവെ, ഓരോ വചനത്തെക്കുറിച്ചുള്ള ആ ദർശനം, വെളിപാട് എൻ്റെ ഉള്ളിൽ തരണമേ. ഈ വെളിപാട് തരുമ്പോൾ, ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുസരണം സ്വതവേ അവിടെ ഉണ്ടാകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളവിടെ അനുസരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ജ്ഞാനം പ്രാപിക്കാനല്ല, കർത്താവെ നിന്നെ പ്രസാദിപ്പിച്ച് ഈ ഭൂമിയിൽ ജീവിക്കണം. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ ഒരിടത്ത് വായിക്കുന്നത് പോലെ, നാം എന്ത് പഠിക്കാനാണ് അവിടെ എൻകറേജ് ചെയ്യുന്നത്? സ്റ്റഡി ഓർ ലേൺ വാട്ട് ഈസ് പ്ലീസിങ് ടു ദ ലോർഡ്. കർത്താവിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് പഠിക്കുക. ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റഡി മുമ്പോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഒരു അറിവോടുകൂടി ഇത് പഠിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞാൻ ഈ ചരിത്രബോധം എന്ന് പറയുന്നത് നമ്മളുടെ ബിബ്ലിക്കലായിട്ടുള്ള കാര്യമാണ്. ദൈവവചനത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുക. അല്ലാതെ നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ നോക്കുവാണെങ്കിൽ, ഇൻ്റർനെറ്റിലും ഒക്കെ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഹാവ് ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് കാണും. അതൊന്നും പഠിക്കുന്നവർക്കത് നല്ലതാണ്. എങ്കിൽ പോലും അതിനൊന്നും ആത്മീയമായിട്ട് വലിയ പ്രയോജനമൊന്നും നമുക്കില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഇന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, പഴയ നിയമം, അതായത് ബൈബിള് 66 പുസ്തകമുണ്ടല്ലോ. അതിനകത്ത് പഴയ നിയമവും പുതിയ നിയമമുണ്ട്. ആ പഴയ നിയമത്തിൽ ഏതാണ്ട് മൊത്തത്തിൽ 39 പുസ്തകങ്ങളുണ്ട്. അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെ. ഈ പുസ്തകങ്ങൾ ത്രൂ ഔട്ട് ഒരു ജാതിയെക്കുറിച്ചും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകങ്ങളാണ് ഉൽപ്പത്തി മുതൽ മലാക്കി വരെ. നമ്മൾ കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റിയോടുകൂടി പറയുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-ാം അധ്യായം വരെ ആണ് ജനറലായിട്ട് മനുഷ്യൻ്റെ സൃഷ്ടിയും അതിനെ തുടർന്ന് അവൻ്റെ വീഴ്ചയും അതിനെ തുടർന്ന് അവർക്കുണ്ടായ മനുഷ്യരും നോഹയുടെ കാലവും നോഹയുടെ ശേഷം നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയവും അതിനുശേഷം വീണ്ടും ഭൂമിയിൽ ആളുകൾ പെറ്റുപെരുകി. 11-ാം അധ്യായം കഴിഞ്ഞ് 12-ാം അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, എബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. ഇതിലൂടെ പിന്നീട് അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ജാതിയെ ഫോക്കസ് ചെയ്തുള്ള പോക്കാണ് മലാക്കി വരെ. ഇതിൻ്റെ ഇടയിൽ മറ്റു പല ജാതികളെക്കുറിച്ചും പറയുന്നെങ്കിലും പക്ഷേ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ജാതിയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഇസ്രായേൽ നേഷൻ, ഇസ്രായേൽ രാഷ്ട്രത്തിന് ഹിസ്റ്ററി ബിബ്ലിക്കലി നമുക്കിതിനെ രണ്ടായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, അവരുടെ ഈജിപ്തിൽ നിന്നും കനാൻ നാട്ടിലേക്കുള്ള യാത്ര. 2, അവരെ പിന്നീട് ബാബിലോൺകാർ വന്നവരെ, ഈ ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും യഹൂദന്മാരെ, ഞാൻ അതിലേക്ക് വരാം, യഹൂദന്മാരെ
ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയി. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ബാബിലോണിലേക്ക് തിരിച്ച് യെരുശലേമിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഈ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ നേഷനെ കുറിച്ചാണ്. അതായത് ഇസ്രായേൽ നേഷൻ ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് ഈജിപ്തിൽ നിന്നും അവർ വിടുതൽ പ്രാപിച്ച് അവർ കനാൻ നാട്ടിലേക്ക് മോശ മുഖാന്തരം വരികയും, എന്നാൽ കനാൻ നാട്ടിൻ്റെ തൊട്ട് മുമ്പ് വെച്ച് മോശയ്ക്ക് അതിലുള്ള പ്രവേശനം നിഷേധിക്കുകയും പിന്നീട് യോശുവ അവരെ ലീഡ് ചെയ്ത് അവരെ കനാൻ നാട്ടിലേക്ക് എത്തിച്ചതായിട്ട് നമ്മൾ വായിക്കണം. ഇതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ നേഷൻ. പക്ഷേ അവർ തെറ്റ് ചെയ്തപ്പോൾ നമുക്ക് അറിയാം, ഇസ്രായേൽ നേഷൻ അവിടെ പിന്നീട് അവരൊരിക്കലും ഒരു നേഷനായില്ല. അവരെ പല രാജാക്കന്മാർ അവരെ ഇൻവേഡ് ചെയ്യുന്നു, അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ വീണ്ടും അവരുടെ രാജ്യത്വം നഷ്ടപ്പെടുന്നു. എന്നാൽ ആ ബാബിലോണിൽ നിന്നും തിരികെ വീണ്ടും അവർ യെരുശലേമിലേക്ക് എത്തുന്ന ഒരു യാത്രയും ഉണ്ട്. സോ ഇതാണ് നമ്മൾ ബിബ്ലിക്കലി നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പുസ്തകം വരെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇസ്രായേൽ ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ. ഓക്കെ, അപ്പം നമുക്കിന്ന് ഇതിനെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഇത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ്. ഇപ്പം ഉദാഹരണത്തിന് 1 കൊരിന്ത്യർ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം വായിക്കാം. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഏതാണ് ഈ മേളിൽ പറയുമ്പം പൗലോസ് അവിടെ വിവരിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിനുണ്ടായ മിസ്റ്റേക്സ്. ഇസ്രായേൽ ജനം ദൈവത്തെ പരീക്ഷിക്കുകയും ദൈവത്തിന് വിരോധമായി ജീവിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ദൈവം അവരെ ശിക്ഷിക്കുകയും ദൈവം അവരെ ന്യായം വിധിക്കുകയും ചെയ്തു. ആ കാര്യത്തെക്കുറിച്ച് കുറേ ഇൻസിഡൻസുകൾ അവിടെ വിവരിച്ചിട്ട് പറയുകയാണ്, ദീസ് തിങ്സ് ഹാപ്പൻ ടു ദം ആസ് എൻ എക്സാമ്പിൾ. അതവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. എന്നാൽ ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് അവരിൽ നിന്നും പഠിക്കാനുണ്ട്. അപ്പം നമുക്കൊരു ആത്മീയ പാഠം ഇതിലൂടെ ഈ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാലും ഇസ്രായേലിലെ ബാബിലോണിലേക്കുള്ള നമ്മൾ പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ട് പോയപ്പോഴും ദാനിയേലിൻ്റെ പുസ്തകം മൊത്തവും പഠിച്ചാലും നമുക്ക് അതിൽ നിന്ന് വരുന്ന ആത്മീയ സത്യം പഠിക്കുന്നില്ലെങ്കിൽ ഈ പഠനം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്ന് സംഭവിച്ചത് ഒരു ദൃഷ്ടാന്തമാണ്. അത് എഴുതി വച്ചിരിക്കുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷനാണ്. ദീസ് തിങ്സ് വർ റിട്ടൺ ഫോർ അവർ ഇൻസ്ട്രക്ഷൻ. ഇത് ഒരിക്കലും ഇസ്രായേൽ ജനത്തെ ജഡ്ജ് ചെയ്യാനുള്ളതല്ല. നമ്മളല്ല ഇസ്രായേലിൻ്റെ ജഡ്ജ്, ആൻഡ് വി കൻ നോട്ട് ജഡ്ജ് ദിസ് പീപ്പിൾ. കാരണം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം അന്ന് ദൈവം അവർക്ക് കൊടുത്തേക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് അവർക്ക് എത്തണമെങ്കിൽ അവർക്ക് കൃപയും അവർക്കതിൻ്റെ സത്യങ്ങളും പലതും അവർക്കറിയില്ലായിരുന്നു. എന്നാൽ കൃപയും സത്യവും വന്നത് യേശു മുഖാന്തരമായതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അവരുടെ മിസ്റ്റേക്സ് ആയാലും അവരുടെ വിശ്വാസ ജീവിതമായാലും നമ്മളുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല പഴയ ലിഖിതങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. വീണ്ടും ഒരു വാക്യം കൂടി നമുക്ക് നോക്കാം. റോമർ 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനായി. വീണ്ടും അതേ വാക്യം തന്നെ പറയാണ്. ഫോർ വാട്ട് എവർ വാസ് റിട്ടൺ ഇൻ ഏർലിയർ ടൈംസ് വാസ് റിട്ടൺ ഫോർ അവർ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് വെറുതെ ഒരു ചരിത്ര പുസ്തകം പഠിക്കുന്നത് പോലെ ദാനിയേൽ പുസ്തകം പഠിച്ചിട്ടൊരു കാര്യമില്ല. അത് ബൈബിളിലെ ഏത് ഭാഗങ്ങൾ പഠിക്കുമ്പോഴും ഒന്ന് നമ്മൾ കർത്താവായ യേശുവിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. 2, നമ്മളിൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി, നമുക്ക് രൂപാന്തരത്തിന് വേണ്ടി നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ട ഉപദേശങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുക. ആ ഉപദേശങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ആ ആത്മനിറവോടുകൂടി നമ്മൾ ഇത് പഠിക്കുകയും നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയമായിട്ട് വളരുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിപ്പോൾ കണ്ടു, ഇസ്രായേലിൻ്റെ ചരിത്രം പറയുമ്പോൾ ആദ്യമായിട്ട് അവർ രാജ്യം ഫോം ചെയ്യുന്നത് ഈജിപ്തിൽ നിന്നും അവർ കനാൻ നാട്ടിലേക്ക് വരുന്നു. അത്
അത് സംഭവിക്കുന്നത് ഏതാണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിൻ്റെ ഏതാണ്ട് 1500 വർഷം മുമ്പേ. കൃത്യമായിട്ടൊരു ഒരു കണക്ക് പറയുമ്പോൾ പറയുന്നത് 1451 BC ഇസ്രായേൽ ആദ്യമേ ഫോം ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേൽ പിന്നീട് അവരുടെ തെറ്റുകൾ നിമിത്തം അവർ വിഭജിക്കപ്പെടുകയും ആ വിഭജിക്കപ്പെട്ടവരെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പ്രവാസികളായിട്ട് ദൈവം അയക്കുകയും ചെയ്തു. കാരണം അവരുടെ പാപങ്ങൾ നിമിത്തം അവരെ ദൈവം വിളിച്ച് ഇത്ര ശ്രേഷ്ഠമേറിയ ഒരു ജാതിയാക്കിയിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കാഞ്ഞത് കൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധിയായി അവരൊരു രാജ്യമായി ഇരിക്കാതെ അവർ വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് പ്രവാസികളായിട്ട് പോയി. അവസാനം കാണുന്നത് ദാനിയേൽ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, തുടക്കത്തിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ യഹൂദ ആൾക്കാർ, ആ രാജ്യം ഇസ്രായേലിൻ്റെ ഒരു ഭാഗമാണ്, ആ ഭാഗത്തെ ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് വരുന്നത് ഈ ബാബിലോണിലെ നിന്ന് തിരികെ യെരുശലേമിലേക്ക് ഒരു യാത്ര. ഇതിന് ഓരോന്നിനും ഒരു ആത്മീയാർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് ഈജിപ്തിൽ നിന്നും കനാൻ നാട്ടിലേക്കെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ എന്ത് ഉപദേശമാണ് ഇതിന് കാണേണ്ടത്? ഒന്ന്, നമ്മൾ പിശാചിൻ്റെ അടിമനുഖത്തിലായിരുന്നു. ഇസ്രായേൽ ജനം ഫറവോൻ്റെ അടിമനുഖത്തിലായതുപോലെ നാം പിശാചിൻ്റെ അടിമനുഖത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വിടുതൽ പ്രാപിച്ച് കർത്താവിൻ്റെ രാജ്യത്തിലായി തീർന്നു, അല്ലേ? സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റി. അപ്പോൾ ഇതാണ് ഈ ഒരു ജേണിയുടെ ആത്മീയ അർത്ഥം. ദാറ്റ് ഈസ് ജേണി ഫ്രം ഈജിപ്റ്റ് ടു കനാൻ റെഫേഴ്സ് ടു എന്തിനെ തന്നെയാണ്? പിശാചിൻ്റെ അല്ലെങ്കിൽ പാപികളുടെ അടിമത്തത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ സഭയിലേക്ക് കർത്താവ് നയിച്ചു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്ത് അങ്ങനെ കർത്താവിൻ്റെ രാജ്യത്തിലായി. എന്നാൽ രണ്ടാമത്തെ ഭാഗം, ഈ ഇസ്രായേൽ ജനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ കാണുന്നത് ബാബിലോണിൽ നിന്നും യെരുശലേമിലേക്ക് വരുന്ന ജനം. അപ്പോൾ ഇന്ന് നമ്മളത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഈ ഈജിപ്തിൽ നിന്നും കനാൻ നാട്ടിലേക്ക് എത്തിയ ജനം, പക്ഷേ ഫൈനലി നമ്മൾ കാണുന്നത് ഈ കനാൻ ദേശത്ത് നിന്ന് അവർ ബാബിലോണിലേക്ക് പോയി. അല്ലെങ്കിൽ ബാബിലോണിയൻസിന് എന്തുമായിട്ട് ബന്ധം വരികയാണ്? യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധം വരികയാണ്. ഈ ചേർച്ചിൽ ഈ രണ്ടാമത്തെ ഭാഗം നമ്മളിന്നും പലരും എവിടെയും കേൾക്കാറില്ല. പക്ഷേ ഇന്ന് ഏറ്റവും ആവശ്യമേറിയ ഒരു കാര്യമാണ്. ഈ ബാബിലോണിൻ്റെ റിലീജിയസ് സിസ്റ്റം, ഈ റിലീജിയസ് സിസ്റ്റം എവിടെ വരികയാണ്? ചേർച്ചുകളിൽ വരികയാണ്. അങ്ങനെയാണ് ഇന്ന് നല്ലതായിട്ട് സ്റ്റാർട്ട് ചെയ്ത പല ചേർച്ചുകളും ഇന്നൊരു ബാബിലോണിയൻ ചേർച്ചായി മാറുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന് ഹിതമുള്ളതല്ല, വളരെ കോംപ്രമൈസിങ് ആയിട്ടുള്ള ചേർച്ച്. ഇന്ന് ഏറ്റവും ആവശ്യവും അൺകോംപ്രമൈസിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം ഇതായിരിക്കണം: കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ചേർച്ച്, ഞങ്ങളായിരിക്കുന്ന ബോഡി, ലെറ്റ് ഇറ്റ് ബി ആൻ അൺകോംപ്രമൈസിങ് ചേർച്ച്. ഒരു ബാബിലോണിയ സംസ്കാരങ്ങളും ഇവിടെ വേണ്ട. കർത്താവിൻ്റെ വേർഡ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അപ്രകാരം മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഈ പ്രവാസകാലത്തെക്കുറിച്ച് പഠിക്കുമ്പം നമ്മൾ പെട്ടെന്ന് ദാനിയേൽ പുസ്തകം നോക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് കാണുന്നത്: യഹൂദ രാജാവായ യെഹോക്കിയാമിനെ ദൈവം നെബൂഖദ്നേസറിന് കൊടുത്തു എന്ന് മാത്രം നമ്മൾ വായിക്കുന്നത്. പക്ഷേ അതിനു മുന്നോടിയായിട്ട് ഇതിനൊരു ചരിത്രമുണ്ട്. അത് നമ്മൾ ബൈബിളിൽ നിന്ന് തന്നെ പഠിച്ചേ മതിയാവും. നമുക്കത് ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം എബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കൾ, 12 ഗോത്രങ്ങൾ. ഈ 12 ഗോത്രങ്ങളാണ്. അപ്പോൾ അവർ രാജ്യമൊന്നും ആയില്ല. അവരെ എബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ ഇവരുടെ സന്തതികൾ, അതായത് ഈ ട്രൈബ്സ് ഉണ്ടായി, അവരുടെ മക്കൾ കുറേ തലമുറകൾക്ക് ശേഷം അവർ ഈജിപ്തിൽ വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം.
യാക്കോബിൻ്റെ കാലത്ത് തന്നെ അവർ ഈജിപ്തിൽ വന്നു. അവിടെ അവർ പെറ്റുപെരുകി. കർത്താവ് പറഞ്ഞു, അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, നിൻ്റെ ജാതി 400 സംവത്സരം ഈജിപ്തിൽ വസിക്കും. അതിനുശേഷമാണ് ദൈവം അവരെ ഡെലിവർ ചെയ്തത്. അപ്പോൾ ഏതാണ്ട് 400 വർഷത്തോളം മേളിൽ അവർ ഈജിപ്തിൽ കഴിഞ്ഞു. ഈജിപ്തിൽ അടിമകളായി നിന്നു. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, മോശ മുഖാന്തരം ദൈവം അവരെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു. കനാൻ നാട്ടിലേക്ക് എത്താനുള്ള ഒരു പ്രയാണമാണ്. അവരുടെ വഴിയാത്രകൾ വളരെ ദുർഘടം നിറഞ്ഞ വഴിയാത്രയാണ്. നമുക്കറിയാം, നമ്മളുടെ ആത്മീയ ജീവിതവുമായിട്ട് നോക്കുമ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അത്ര സുഖകരമായിരിക്കില്ല. കർത്താവ് പറഞ്ഞു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും കഷ്ടതയുണ്ട്. അതുപോലെ അവർക്കും പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു അവരുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകം. അപ്പം ഇങ്ങനെയാണ് ബൈബിൾ ഹിസ്റ്ററി നമ്മൾ കാണുന്നത്. അവർ കനാൻ നാട്ടിൽ എത്തുന്നതിന് മുമ്പേ, അതായത് കാദേശ് ബർണ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച്, അവിടെ വെച്ച് അവർ കർത്താവിന് വിരുദ്ധമായിട്ട് വീണ്ടും പെരുമാറി. അവർക്ക് കർത്താവിൻ്റെ വേർഡ് വിശ്വസിക്കാതെ, അവരോട് കയ്യേറാൻ പറഞ്ഞ സ്ഥലം അവർ കയ്യേറാതെ വിൽഡർനെസ്സിൽ പിന്നെയും ചുറ്റിപ്പറ്റി നിന്നതിൻ്റെ ഫലമായി 40 കൊല്ലം പിന്നെയും വിൽഡർനെസ്സിലൂടെ കർത്താവ് അവരെ ചുറ്റിച്ചു. അവസാനം അവർ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ദൈവം മോശയ്ക്കുമുള്ള പ്രവേശനം നിഷേധിച്ചു. മോശ അവിടെ വെച്ച് മരിക്കുന്നു. അതിനുശേഷം മോശയ്ക്ക് പകരമായി ജോഷുവയെ ദൈവം നിയമിക്കുന്നു. ഈ ജോഷുവയാണ് ഈ ഇസ്രായേൽ ജനത്തെ കാദേശ് ബർണ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് എവിടേക്ക് നയിക്കുന്നത്? കനാൻ നാട്ടിലേക്ക് നയിക്കുന്നത്. ഈ വാഗ്ദത്തം ദൈവം ചെയ്തത് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ട് ദൈവം മോശ മുഖാന്തരം അവർക്ക് അരുളി ചെയ്തുവെങ്കിലും, എന്നാൽ ഇത് അക്കംപ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അന്വർത്ഥമാക്കുന്നത് യോശുവയിലൂടെയാണ്. യോശുവയാണ് അവരെ അങ്ങോട്ടേക്ക് നയിക്കുന്നത്. എന്നാൽ യോശുവ നയിക്കുന്നതിന് മുമ്പേ യോശുവ ഒരു വലിയ തീരുമാനമെടുത്തുകൊണ്ടാണ് അവരെ നയിക്കുന്നത്. അവർ ആ നദി ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ, നമുക്കിതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് പോവുകയാണ്. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കർത്താവിനെ സേവിക്കുന്നവർക്ക് ഞങ്ങളുടെ കൂടെ കൂടാം, ഇല്ലാത്തവർ ഇവിടെ വെച്ച് തീരുമാനമെടുക്കുക. അങ്ങനെയാണ് അവരെല്ലാവരും ഒരു സ്വരത്തോടെ പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ കേട്ടുകൊള്ളാം എന്നുള്ളൊരു ഒരു തീരുമാനത്തോടു കൂടി അവർ ഇറങ്ങിത്തിരിക്കുന്നു. അവർ ദേശത്തേക്ക് പ്രവേശിക്കുന്നു. അവർ കനാൻ നാട്ടിലേക്ക് എത്തി. ഇന്ന് നമ്മളുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിൽ നമ്മൾ ജീവിക്കുകയും നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായി നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ജനം ഒരു തീരുമാനമെടുക്കുന്നു. ഇതുപോലെ നമ്മളും ഒരു തീരുമാനമെടുത്തു. ഇനിയും ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിച്ചോളാമെന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുക്കുന്നു. എന്നാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇസ്രായേൽ ജനം അവരെടുത്ത തീരുമാനത്തിൽ നിലനിൽക്കുന്നില്ല. യോശുവയുടെ കാലം കഴിഞ്ഞു, യോശുവ മരിച്ചു. അതിനുശേഷം അവരെ നയിക്കുവാനായിട്ട് ആളുകളില്ലാതെ ഇരുന്നപ്പോൾ ദൈവം അവിടെ ന്യായാധിപന്മാരെ കൊണ്ടുവന്നു. അവരുടെ ഇടയിൽ ന്യായനീതി വ്യവസ്ഥകൾ പാലിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ദൈവം ആ രാജ്യത്ത് ന്യായാധിപന്മാരെ ഉയർപ്പിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. അതിനകത്ത് ഉദാഹരണം പറയുമ്പോൾ ഇഫ്താക്ക് ഒരു ഉദാഹരണമാണ്. സിംസോൺ ഒരു ഉദാഹരണമാണ്. ദൈവത്തിൻ്റെ ന്യായാധിപന്മാരായിരുന്നു. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. പക്ഷേ അവിടെ ഒരു കാര്യം, ഈ ന്യായാധിപന്മാരുടെ കാലവും ഏതാണ്ടോ കഴിയാറായപ്പോൾ ഇസ്രായേലിൻ്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഏറ്റവും അവസാന അധ്യായത്തിലെ അവസാന വാക്യം വിവരിക്കുന്നു. നമുക്കത് നോക്കാം. അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം 21:25. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഓക്കെ, ഈ ജഡ്ജസ് എൻഡ് ചെയ്യുമ്പോൾ സമയത്ത് പറയുകയാണ്, ആ കാലത്ത് രാജാവില്ലാഞ്ഞതുകൊണ്ട് ഓരോ മനുഷ്യനും അവനവന് ബോധിച്ചതുപോലെ നടന്നു. അപ്പം
നോക്കിക്കേ, യോശുവയുടെ കാലത്ത് യോശുവ ഈ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ജനങ്ങൾ എല്ലാവരും ഒരു സ്വരത്തോടെ പറഞ്ഞതാണ്, കർത്താവ് പറയുന്നത് എന്തും ഞങ്ങൾ കേൾക്കും. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ വാക്കുകൾ അവരുടെ മക്കൾക്കും പിന്നീട് വന്ന തലമുറകൾക്കും കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ കർത്താവിൻ്റെ വഴിയൊക്കെ വിട്ട് സ്വന്തം വഴിക്കനുസരിച്ച് ജീവിച്ചു തുടങ്ങി. ഇത് ഇന്ന് പിക്ചറൈസ് ചെയ്യുന്നത് രക്ഷിക്കപ്പെട്ടു ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആവേശത്തോടു കൂടി സഭയിലും സഭാ ശുശ്രൂഷകളിലും അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചേക്കുന്ന ഓരോ ശുശ്രൂഷകളും വളരെ വളരെ ആത്മാർത്ഥമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇന്ന് ബാബിലോണിയ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സംസ്കാരങ്ങൾ ഇന്ന് ആകർഷിക്കപ്പെട്ട് സഭയിലുള്ള ഒരുപാട് പേരുടെ ഇടയിലും ഇത് ബാധിക്കുകയും ഇന്ന് കർത്താവിൻ്റെ പ്രമാണത്തെക്കാൾ അവനവൻ്റെ ഇഷ്ടങ്ങൾക്ക് ഇന്ന് പ്രാധാന്യം കൊടുത്ത് ഈ ഒരു ആത്മീയമായിട്ടുള്ള ഒരു അധപ്പതനം ഇന്ന് സഭകളിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഇസ്രായേലിൻ്റെ ഓരോ സ്റ്റേജിൻ്റെ കാര്യത്തിൽ നിന്നും നമുക്ക് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. നമ്മളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഇസ്രായേൽ എന്ത് ചെയ്തു? ഇസ്രായേലിൻ്റെ പിന്മാറ്റം സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ അവിടെ വെച്ച് ഈ പിന്മാറ്റത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകം എടുക്കുമ്പം അവിടെ ദൈവത്തോട് ഇവർ രാജാവിനെ ആവശ്യപ്പെടുന്നു. രാജാവിനെ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, ശമൂവേലിനോട് പറഞ്ഞു, അവർ നിന്നെയല്ല അവരെന്നെ അത്രേ നിരസിച്ചത്. കാരണം ഞാൻ അവർക്ക് രാജാവാകാതിരിക്കേണ്ടതിന് അവരുടെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ വായിച്ച ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവസാന വാക്യത്തെ വായിച്ചതുപോലെ ഒരു ജീവിതം അവർക്ക് നയിക്കണമെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് അവരെ നയിക്കുന്ന ഒരു രാജാവ് അവർക്ക് വേണം. സോ ദേ വോണ്ട് ടു ലിവ് ജസ്റ്റ് ലൈക്ക് ദ ജെൻറ്റൈൽസ്. അവർ ജാതികളിൽ നിന്നാണ് ഈ കൺസെപ്റ്റ് എല്ലാം പിടികിട്ടി. സോ ജാതികളുടെ മര്യാദകൾ ആചരിക്കാൻ തുടങ്ങി. എന്നാൽ അവർക്കൊരു പ്രമാണം കൊടുത്തിട്ടുണ്ട്. ആ പ്രമാണം വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു നിലപാട് വേണം. ദൈവത്തിൻ്റെ വചനം വളരെ ക്ലിയറായിട്ട് എല്ലാ ബൗണ്ടറീസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ അവർക്ക് നിലനിൽക്കുവാൻ സാധിച്ചില്ല. വീണ്ടും നമുക്ക് അറിയാം, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നു, എങ്കിലും അവരുടെ വാക്ക് അനുസരിച്ച് അവർക്കൊരു രാജാവിനെ നിയമിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്രായേലിൻ്റെ ദ ഫസ്റ്റ് നേഷൻ ആയതിനു ശേഷം ആദ്യത്തെ രാജാവായിട്ട് നിയമിച്ചത് ശൗലിനെയാണ്. ശൗൽ ഒരു ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു. ഈ ബെന്യാമിൻ ഗോത്രക്കാരനും ശൗൽ വളരെ താഴ്മയുള്ള ഒരു മനുഷ്യനുമായിരുന്നു. ദൈവത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. തൻ്റെ തുടക്കവും നല്ലതായിരുന്നു. പക്ഷേ നമ്മൾ വായിക്കുന്നു, പിന്നീട് ദൈവത്തിൻ്റെ വചനത്തെ ആദരിക്കാതെ ദൈവം പറഞ്ഞ കാര്യത്തിനെ പരിപൂർണമായിട്ട് അനുസരിക്കാഞ്ഞതുകൊണ്ട് ശമൂവേൽ തന്നോട് പറയുന്നു, നിന്നെ ദൈവം നിൻ്റെ രാജ്യസ്ഥാനത്തുനിന്ന് മാറ്റി. അതാണ് ആദ്യത്തെ ഇമ്പാക്റ്റ്. പിന്നീട് ദൈവം അടുത്ത ആളെ കണ്ടെത്തിയത് ദാവീദാണ്. അത് നമുക്കറിയാം. ദാവീദിനെ ദൈവം വളരെയധികമായിട്ട് ഇഷ്ടപ്പെട്ടു. ദാവീദിനെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു അഭിപ്രായം, എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിട്ട് ദാവീദിനെ അവിടെ പറയുന്നു. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ മിസ്റ്റേക്സുകളെല്ലാം ഉണ്ടായി. എന്നിരുന്നാലും തൻ്റെ തെറ്റുകളെ ഓർപ്പിക്കുമ്പോൾ, തൻ്റെ തെറ്റുകൾക്ക് ബോധ്യം വരുമ്പോൾ സ്വയം നീതീകരിക്കാതെ കർത്താവിൻ്റെ മുമ്പിൽ കമണ്ണു വീഴുന്ന ഒരു മനുഷ്യനെ നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ ദാവീദ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളൊരു മനുഷ്യനായി മാറി. ദാവീദിന് അവസാനമായിട്ടൊരു ആഗ്രഹവുമുണ്ടായി. തനിക്ക് ദൈവത്തോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് അത് കാണിക്കുന്നു. എനിക്ക് ഈ സമാഗമന കൂടാരം മാറ്റി ഒരു പള്ളി പണിയണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായി. കർത്താവിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് താൻ ആഗ്രഹിച്ചു. അപ്പോൾ തൻ്റെ കൊട്ടാരത്തിലിരുന്ന് തന്നെ കമ്പയർ ചെയ്ത് താൻ വളരെ സുഖിമാനായിട്ട് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ആലയം വളരെ ഒരു കൂടാരത്തിൽ നിൽക്കുന്നു. അത് വേണ്ട, എനിക്കൊരു പള്ളി പണിയണം. അത് കർത്താവ് ആ ഒരു ബോധ്യം ഉള്ളിൽ കൊടുക്കുകയാണ്. പള്ളി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, കർത്താവിൻ്റെ ആലയം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവിടെ കൊടുക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ആ ഒരു ആഗ്രഹം അവിടെ പ്രകടിപ്പിച്ചുവെങ്കിലും ദൈവം നാഥാൻ പ്രവാചകൻ മുഖാന്തരം ചെന്ന് പറഞ്ഞു, നീ അല്ല പണിയേണ്ടത്. അതായത് ദാവീദ് ചിന്തിച്ച കാര്യം ദൈവഹിതമായിരുന്നു, പക്ഷേ തന്നിൽ നിന്നും അല്ല ദൈവം അത് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, അതിന് കാരണവുമുണ്ട്, നിൻ്റെ കൈകളിൽ രക്തച്ചൊരിച്ചിലുള്ളത് കൊണ്ട്
നീ ഒരുപാട് പേരെ, പ്രത്യേകിച്ചും ഊരിയാവിനെ കൊന്നതും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ദാവീദിനോട് പറയുകയാണ്, നീയല്ല പള്ളി പണിയുന്നത്, നിൻ്റെ മകൻ ശലോമോൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും. അങ്ങനെയാണ് ആ ആലയം പണി തീർക്കാൻ വേണ്ടി ശലോമോനെ ഏൽപ്പിക്കുന്നു. ദാവീദിന് ശേഷം ശലോമോൻ രാജാവാകുന്നു. ശലോമോനും ഈ ശൗലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നു. തനിക്കും കർത്താവിൻ്റെ മുമ്പിൽ തനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് വെൽത്തോ സമ്പത്തോ കാര്യങ്ങളോ ഒന്നുമല്ല. താൻ പറഞ്ഞ ഒരൊറ്റ കാര്യം, തൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, കർത്താവെ എനിക്ക് ജനത്തെ ഭരിക്കാനുള്ള ജ്ഞാനവും വിവേകവും തരണം. കർത്താവ് അതിന് റെസ്പോണ്ടും ചെയ്തു. എന്താണ്? കർത്താവ് പറഞ്ഞു, നീ മറ്റു കാര്യങ്ങൾ ചോദിക്കാതെ ഈ ജ്ഞാനം ചോദിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് ജ്ഞാനം മാത്രമല്ല എല്ലാ സമ്പത്ത് കൊണ്ടും നിന്നെ അനുഗ്രഹിച്ചു. അപ്പം അക്കാലത്ത് നമ്മളിങ്ങനെ വായിക്കുന്നു, യുദ്ധമുണ്ടായിരുന്നില്ല. അക്കാലത്ത് ശലോമോൻ്റെ കാലത്ത് റെസ്റ്റിംഗ് പീരീഡായിരുന്നു ഇസ്രായേൽ. കാരണം ഇസ്രായേലിൽ ആ ശലോമോനെ പോലെ ഒരു ജ്ഞാനിയായൊരു വ്യക്തിയില്ല. തനിക്ക് ആ ദൈവത്തിൻ്റെ പരിജ്ഞാനം, ദൈവത്തിൻ്റെ വേർഡിനെ കുറിച്ചൊരു ദർശനം തനിക്ക് കിട്ടി. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ സദൃശവാക്യത്തിൽ കാണുന്നത്. ഇത്രയോ ഒരു സ്പിരിച്വൽ ട്രൂത്ത്സാണ് ഓരോ മനുഷ്യർക്കും, ഇന്നത്തെ കാലഘട്ടത്തിനും ആവശ്യമേറിയ യുവാക്കൾക്കും ധനകൊതിയന്മാർക്കും ദ്രവ്യാഗ്രഹികൾക്കും അതുപോലെ വിഗ്രഹാരാധനക്കാർക്കും ഒക്കെയുള്ള ഉപദേശങ്ങൾ എഴുതി ചേർത്തേക്കുന്ന സദൃശവാക്യം ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ശലോമോന് ദൈവം കൊടുത്ത ജ്ഞാനത്തിൻ്റെ. എന്നാൽ ശലോമോൻ്റെ ഈ ഇത്രയും വലിയ ആത്മീയ സത്യങ്ങൾ അറിഞ്ഞ മനുഷ്യൻ, ഇത്രത്തോളം ദൈവത്തിൻ്റെ ജ്ഞാനം അറിഞ്ഞ മനുഷ്യൻ, ഇതാ നമ്മൾ 1 രാജാക്കന്മാർ അതിൻ്റെ 11-ാം അധ്യായം എത്തിയപ്പോൾ തനിക്ക് പ്രായമായപ്പോൾ താൻ ഈ പറഞ്ഞതെല്ലാം താൻ മറന്നുപോയി. നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നമുക്ക് ജസ്റ്റ് ശലോമോൻ്റെ തെറ്റ്, ശലോമോൻ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയത് ഒന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. 1 രാജാക്കന്മാർ അതിൻ്റെ 11-ാം അധ്യായം. ഏതാണ്ടോ ശലോമോൻ പ്രായമായി കഴിഞ്ഞു. അവിടെ നമ്മൾ വായിക്കുന്നു, അതായത് 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ, ശലോമോൻ രാജാവ് ഫറവോൻ്റെ മകളെ കൂടാതെ മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ ജാതിക്കാരികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. നമുക്ക് ഈ സദൃശവാക്യം എടുത്ത് നോക്കുമ്പോൾ അഡൽട്ടറിയെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ച ഒരുപാട് വാക്യങ്ങളുണ്ട്. ഒരു ചാപ്റ്റർ പോലും അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി അതേ പാപത്തിന് കീഴ്പ്പെടുന്ന നോക്ക്. ഇതൊരു വലിയ ട്രൂത്താണ്. പലപ്പോഴും നമ്മൾ ബൈബിള് പഠിക്കുന്നത് നമ്മുടെ തലയിലായിരിക്കുന്നത്. ഇത് തലയിൽ ഇരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകണം. ഞാനതാ ഇന്ന് ആദ്യമേ പറഞ്ഞ വിഷനെക്കുറിച്ച്. വിഷൻ റെഫേഴ്സ് ടു ദാറ്റ് റെവലേഷൻ. ആ വെളിപാട് നമ്മുടെ ഉള്ളിലുണ്ടാവണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലത് എഴുതണം. നമ്മുടെ ഉള്ളിലാണ് രൂപാന്തരം ഉണ്ടാവേണ്ടത്. നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മുടെ തലയിലുണ്ട് എന്നതുകൊണ്ട് കർത്താവിൻ്റെ വേർഡ് പ്രകാരം ജീവിക്കണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശലോമോൻ. നമുക്ക് താഴോട്ട് വായിക്കാം. 2-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതികളിൽ നിന്നും ഉള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു. നമുക്ക് ദൈവം വളരെ ക്ലിയർ ആയിട്ട് ഇതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതാണ്. എന്നാൽ തൻ്റെ പ്രായമായപ്പോൾ, വെൻ ഹി ബിക്കെയിം ഓൾഡ്, എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ താൻ കുറേ കഴിഞ്ഞപ്പോൾ, ഈ ആത്മീയ സത്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ തൻ്റെ ലൈഫിൽ താൻ അന്യ സ്ത്രീകളെയൊക്കെ മോഹിച്ച് അവരുടെ ദേവന്മാരുടെ ലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഹൃദയം വശീകരിക്കപ്പെട്ടു പോയി. അത് കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യം. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അത് എഴുതി വെച്ചേക്കുകയാണ്. ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദൈവങ്ങളിലേക്ക് വശീകരിച്ചു.
അപ്പോൾ തൻ്റെ ചെറുപ്പകാലത്ത് താൻ, അല്ലെങ്കിൽ തൻ്റെ ഒരു നല്ല കാലത്തൊക്കെ താൻ ഒരുപാട് സ്ത്രീകളെയൊക്കെ മോഹിച്ച് സ്ത്രീകളെ വിവാഹമൊക്കെ കഴിച്ചു. കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ തൻ്റെ പ്രായം അടുക്കും തോറും തന്നെ എന്തിലേക്ക് നയിക്കുകയാണ്? ഈ ദൈവത്തിനെ വിട്ട് അവരുടെ ദേവന്മാരിലേക്ക് ഹൃദയം കൊണ്ടുപോയി. നമ്മളിവിടെ വായിക്കുകയാണ്, ഹിസ് ഹാർട്ട് വാസ് നോട്ട് ഹോളി ഡിവോട്ടഡ് ടു ദ ലോർഡ് ഹിസ് ഗാഡ് ആസ് ദ ഹാർട്ട് ഓഫ് ഡേവിഡ് ഹിസ് ഫാദർ ഹാഡ് ബീൻ. അപ്പോൾ ദാവീദ്, തൻ്റെ പിതാവായ ദാവീദിന് ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു കർത്താവിനോട് ഹൃദയം, ആ ഒരു ഡിവോഷൻ ഇല്ലാതെയായി തീർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കതിൻ്റെ 9-ാമത്തെ വചനത്തിലേക്ക് വരാം. തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുകൊണ്ട് യഹോവ അവനോട് കോപിച്ചു. അപ്പോൾ ഇപ്പം ശലോമോനെതിരെ ദൈവത്തിൻ്റെ കോപം വരികയാണ്. കാരണം എന്താ? അവിടെ ക്ലിയറായിട്ട് പറയുകയാണ്, ഇതേ പാപത്തെക്കുറിച്ച് 2 പ്രാവശ്യം ദൈവം ശലോമോന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു. നീ അന്യജാതിയിൽ നിന്നും അല്ലെങ്കിൽ ഭാര്യമാരെ എടുക്കരുത്, അവർ നിന്നെ വശീകരിച്ച് ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുമെന്ന് പറഞ്ഞു. അപ്പം പക്ഷേ അതൊന്നും കേൾക്കാതെ താൻ പിന്നെയും അത് ചെയ്തപ്പോൾ യഹോവയുടെ കോപം അവൻ്റെ മേലിൽ ഉണ്ടായി. അങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ വരികയാണ്. അപ്പം നമ്മൾ ഓർക്കണം, ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് കനാൻ നാട്ടിൽ ജീവിക്കുക. അതിന് ആ ദൈവം കൊടുത്ത പ്രദേശത്തിൽ അവർ ജീവിക്കുകയാണ്. അവർ 12 ഗോത്രങ്ങളുണ്ട്. 11 ഗോത്രങ്ങൾക്കും സ്ഥലങ്ങളൊക്കെയും യോശുവ വീതിച്ചു കൊടുത്തു. ലേവിയർക്ക് പ്രത്യേകിച്ച് വീതമൊന്നും കൊടുത്തില്ലെങ്കിലും ഓരോ ട്രൈബ്സിലും അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തായിട്ട് വായിക്കുന്നത്. അപ്പം എന്തായാലും എല്ലാവർക്കും വേണ്ടതെല്ലാം കൊടുത്ത് അവരൊരു വലിയ നല്ല രാജ്യമായി തുടരുകയാണ് ശലോമോൻ്റെ കാലത്ത്. എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി ഇവിടെ വരികയാണ്. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ യഹോവ ശലോമോന് അരുളി ചെയ്തത് എന്തെന്നാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കൊണ്ട് ഞാൻ രാജ്യത്വം നിന്നിൽ നിന്നും നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. ശ്രദ്ധിക്കുക, നിന്റെ ദാസന് ഇത് കൊടുക്കും. വേറെ ആർക്കുമല്ല, വേറൊരു വെളിയിലുള്ള ആൾക്കല്ല. നിന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദാസൻ, ആ ദാസന് നിന്റെ രാജ്യത്തെ ഞാൻ പറിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ രാജ്യം വിഭജിക്കും. ടോട്ടലി നിന്നിൽ നിന്ന് മാറ്റുമെന്നല്ല, എങ്കിലും നിന്റെ അപ്പനായ ദാവീദ് നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല. ഒന്ന് കർത്താവ് ചെയ്യുന്ന ഒരു ഫേവർ, ഇത്രയും മിസ്റ്റേക്ക് ചെയ്തിട്ടും ഈ ശലോമോൻ്റെ കാലത്ത് രാജ്യം രണ്ടാക്കത്തില്ല. എന്നാൽ നിന്റെ മകൻ്റെ കയ്യിൽ നിന്നും അതിനെ പറിച്ചു കളയും. നിന്റെ മകൻ വലിയ ആഗ്രഹത്തോടുകൂടി ഇസ്രായേൽ 12 ഗോത്രത്തെയും ഭരിക്കാനായിട്ട് വരും. പക്ഷേ അവിടെ നിന്ന് നീ വളർത്തിക്കൊണ്ടുവന്ന നിന്റെ ദാസൻ, അതായത് നമുക്ക് പേര് പിന്നീട് ചിന്തിക്കാം, ആ ദാസൻ അയാൾ ഇതിനകത്തെ കുറച്ച് രാജ്യങ്ങൾ, കുറച്ച് ട്രൈബ്സിനെ പിടിച്ച് മാറ്റും, അല്ലേ? കയ്യിൽ നിന്നും പറിച്ചു കളയും. അല്ലെങ്കിൽ ദൈവമാണ്, അല്ലാതെ അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. എങ്കിലും രാജ്യത്തെ മുഴുവനും പറിച്ചു കളയാതെ എൻ്റെ ദാസനായ ദാവീദ് നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത യെരൂശലേമിൽ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിൻ്റെ മകന് കൊടുക്കും. ഒരു ഗോത്രത്തെ. നിൻ്റെ മകൻ ശലോമോൻ ആയിരിക്കുന്ന ഗോത്രം യഹൂദയാണ്. യഹൂദ കൂടാതെ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഗോത്രത്തെയും കൂടി ആര് കൊടുക്കും? ദൈവം നിനക്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ വായിക്കുന്നത് ശലോമോൻ്റെ കാലത്ത് സ്വസ്ഥതയുണ്ടായിരുന്ന കാലം മാറുന്നു. ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പതുക്കെ ശലോമോന് ശത്രുക്കളായി തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ശത്രുക്കളെ പ്രബലപ്പെടുത്തുന്നത്? എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാം കർത്താവിൻ്റെ വചനം അനുസരിക്കാതിരുന്നാൽ നമ്മുടെ ശത്രുക്കൾ പ്രബലപ്പെടും. അതിനകത്തൊരു സംശയവും വേണ്ട. അങ്ങനെ നമ്മൾ വായിക്കുന്നു. യൊരോബയാം എന്ന് പറയുന്ന മനുഷ്യൻ, അല്ലെ ഇംഗ്ലീഷിൽ ജെറോബാം എന്ന് പറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ ആരാണെന്ന് 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഹി വാസ് സോളമൻ സെർവൻറ്റ്, ശലോമോൻ്റെ ദാസനാണ്. ഈ ശലോമോൻ്റെ ദാസനായ ആൾ ശലോമോനുമായിട്ട് തെറ്റുന്നു. അതിനുശേഷം നമ്മൾ ശലോമോൻ്റെ കാലത്തിന് ശേഷം
റെഹോബോവാം എന്ന് പറയുന്ന വ്യക്തി, അതായത് ശലോമോൻ്റെ മകൻ തന്നെ രാജ്യസ്ഥാനത്തിലേക്ക് കയറി. അപ്പോൾ അദ്ദേഹം ഈ ഇസ്രയേലിനെ മൊത്തത്തിൽ ഭരിക്കാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ അവിടെ വീണ്ടും ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അവിടെ ഈ മുമ്പേ നമ്മൾ പറഞ്ഞ ശലോമോൻ്റെ ദാസനായ ജെറോബോവാം 10 ട്രൈബ്സിനെ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തിച്ചു. ദൈവമാണ് അതെല്ലാം എത്തിക്കുന്നത്. അങ്ങനെ റെഹോബോവാം 2 ട്രൈബ്സിനെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായിട്ട് വന്നു. ഒന്ന് തൻ്റെ ട്രൈബായിരിക്കുന്ന, തൻ്റെ ഗോത്രമായിരിക്കുന്ന യഹൂദയും കൂടെ ബെഞ്ചമിൻ ഗോത്രവും കൂടി ഉള്ള ഒരു രാജ്യമായി. അതുപോലെ ബാക്കി 10 ഗോത്രങ്ങൾ ചേരുന്ന മറ്റൊരു രാജ്യമായി. ആ 10 ട്രൈബ്സ് കൂടുന്ന രാജ്യത്തെ ജനറലി വിളിക്കുന്ന പേരാണ് ഇസ്രയേൽ, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ശമരിയക്കാർ എന്ന് പറയുന്നവരാണ്. ഈ 10 ഗോത്രം അടങ്ങിയിരിക്കുന്നതാണ്. ബാക്കി ആ 2 ഗോത്രക്കാർ, അതായത് യഹൂദയും ബെഞ്ചമിനും, അവരെ നമ്മൾ വിളിക്കുന്നു യഹൂദ എന്ന്. ജനറലി അവരെ വിളിക്കുന്ന അങ്ങനെയാണ്. അവരുടെ ക്യാപിറ്റൽ യെരുശലേമിലാണ്. ഓക്കെ. അപ്പം ഈ വിഭജനം, ഈ വലിയൊരു രാജ്യം 2ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നത് ഏതാണ്ട് 922 BC-യിലാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 900 years ബിഫോർ ക്രൈസ്റ്റിലാണ് ഈ രാജ്യം ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ മുമ്പേ കണ്ടു, ഈ രാജ്യം സ്റ്റാർട്ട് ചെയ്തത് 1500 വർഷം മുമ്പാണെങ്കിൽ അധികം താമസിക്കാതെ ഏതാണ്ട് 400-500 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? ഈ രാജ്യം 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ നമ്മൾ വായിച്ചു, ഒന്ന് ഇസ്രയേലും ഒന്ന് യഹൂദയും. ഈ ഇസ്രയേലാണ് നമ്മൾ നോർത്തേൺ കിങ്ഡം എന്ന് പറയുന്നത്, തെക്കേ ഇസ്രയേൽ എന്ന് പറയുന്നെങ്കിൽ, വടക്കേ ഇസ്രയേൽ എന്ന് പറയുന്നെങ്കിൽ, മറ്റ് ജൂത അടങ്ങിയിരിക്കുന്ന 2 ട്രൈബ്സാണ് സദേൺ കിങ്ഡം അല്ലെങ്കിൽ തെക്കേ രാജ്യം ആയിട്ട് 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. പക്ഷേ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെയും ഈ വടക്കേ രാജ്യം, അതായത് നോർത്തേൺ കിങ്ഡം വിച്ച് കംപ്രൈസസ് ഓഫ് 10 ട്രൈബ്സ്, അവർ ഈ രാജ്യം ആയപ്പോൾ തന്നെ അവർ ദൈവത്തിൽ നിന്ന് ബാക്ക് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. ദൈവത്തിൽ നിന്ന് അവർ പിന്മാറി തുടങ്ങി. ആ പിന്മാറാൻ കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ ആ രാജാവ് തന്നെയാണ്. യെരോബിയാം എന്ന് പറയുന്ന ശലോമോൻ്റെ ദാസനായവൻ ശലോമോനെതിരെ പോരാടി അതിനുശേഷം മകൻ്റെ കാലത്ത് 10 ട്രൈബ്സിനെ കൈക്കലാക്കി അവരുടെ രാജാവായി മാറി ജെറോബാം. അല്ലെങ്കിൽ ദൈവമാണ് അത് മാറ്റിയത്. എന്നാൽ ആ മനുഷ്യൻ അന്നു മുതൽ തന്നെ തൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഇസ്രയേലിനെ തെറ്റിച്ചു. ഓക്കെ, നമുക്കത് 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൽ വരുമ്പം 25 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ഈ യെരോബോവാം ചെയ്ത വലിയൊരു പാപം. നമുക്കറിയാം, ഇത് രണ്ടും 2 രാജ്യമായിട്ട് വിഭജിച്ചപ്പോൾ ഉള്ള പ്രശ്നം ഇവരുടെ പ്രാർത്ഥന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഇവരുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഏത് ഇസ്രായേലാണേലും ഏത് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണേലും ദൈവം കൊടുത്തേക്കുന്ന കർശനമായ നിർദ്ദേശം അവർ ആണ്ടുതോറും യെരുശലേമിൽ വന്ന് ആരാധിക്കണം, അല്ലെങ്കിൽ യാഗം കഴിക്കണം. അപ്പം അത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ആ പ്രമാണം ഇനി ദൂരം എത്ര ആണെന്നൊന്നും ഉള്ള ഒരു വിഷയമല്ല. ഓൾ ഹാവ് ടു കം ടു ദ ജെറുസലേം ഫോർ ദ വർഷിപ്പ്. അത് ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷനാണ്. എന്നാൽ യെരോബിയാം ഇത് മനസ്സിലാക്കി. അയാൾക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. ഈ ജനങ്ങൾ ആരെങ്കിലും യെരുശലേമിൽ പോയാൽ യെരുശലേമിൽ ഭരിക്കുന്നത് ശലോമോൻ്റെ മകനായ റെഹോബോവാമാണ്. ഇവരെ വീണ്ടും കൈക്കലാക്കാൻ ഇവരുടെ ഹൃദയത്തിൽ റെഹോബോവാമിനോട് ചേരുവോ വല്ലതും ചെയ്താലോ എന്നോർത്ത് അവർക്ക് അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ തൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു കുറുക്കുവഴി നോക്ക് താൻ ചെയ്ത്. നമുക്കതൊന്ന് വായിക്കാം. 26-ാമത്തെ വാക്യത്തിൽ, എന്നാൽ, അതായത് 1 രാജാക്കന്മാർ 12-ന്റെ 26-ാമത്തെ വാക്യം, എന്നാൽ യൊരോബെയാം തൻ്റെ മനസ്സിൽ രാജ്യത്വം വീണ്ടും ദാവീദിന് ഗൃഹത്തിനായി പോകും. ഈ ജനം യെരുശലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിക്കുവാൻ ചെന്നാൽ ഈ ജനത്തിൻ്റെ ഹൃദയം യഹൂദ രാജാവായ റെഹോബെയാം എന്ന തങ്ങളുടെ യജമാനിലേക്ക് തിരികെയും അവർ എന്നെ കൊന്ന് യഹൂദ രാജാവായ റെഹോബോവാമിൻ്റെ പക്ഷം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നോക്കിക്കേ, എത്ര ഒരു സെൽഫിഷ് ചിന്തയാണ് നോക്ക്.
ഇനി അത് വരാതിരിക്കാൻ താൻ ചെയ്ത ഒരു വലിയ കോംപ്രമൈസ്, ഭയങ്കരമായ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? ആകയാൽ രാജാവ് ആലോചിച്ചു, പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് കൊണ്ടുവരുന്ന നിന്റെ ദൈവമെന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബേഥേലിലും മറ്റൊന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഒന്ന് ചെയ്തത്, ഇവരെ ഇറക്കിക്കൊണ്ട് വന്ന കാലത്ത്, അഹരോൻ്റെ കാലത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കിയ അതേ സിന്ന് ഇവിടെ ചെയ്തു. അതെന്തിനു വേണ്ടിയാണ്? യെരൂശലേമിൽ പോകാതിരിക്കാൻ. യെരൂശലേമിൽ പോകാതിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? തൻ്റെ രാജ്യത്വം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് താൻ എന്തുവാ ചെയ്തത്? ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തെയാണ് ലംഘിക്കുന്നത്. 2, അവിടുത്തെ വിഗ്രഹാരാധനയെ താൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. നോക്കിക്കേ, ആ രാജ്യം ഫോം ചെയ്തു, ആ നോർത്തേൺ കിങ്ഡം ഫോം ചെയ്ത ആദ്യത്തെ രാജാവ് തന്നെ എന്ത് ചെയ്തു? ഇവരെ കൊണ്ട് പാപം ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നീട് ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പം ഈ ഒരു നോർത്തേൺ കിങ്ഡം എന്തുകൊണ്ട് നോർത്തേൺ കിങ്ഡത്തിന് പെട്ടെന്ന് തന്നെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയി? അതിൻ്റെ കാരണം അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അവരുടെ രാജാവായ ജെറൊബോആം അവരെ കൊണ്ട് വിഗ്രഹാരാധന ചെയ്യിപ്പിച്ചു. അതിൽ പലരും വിശ്വസ്തർ കാണുമായിരുന്നേക്കാം. അവരൊക്കെ യെരൂശലേമിൽ പോയി ആരാധിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. പക്ഷേ രാജകൽപ്പന വന്നു, ഇതാണ്, അവർ തന്നെ ഒരു ദൈവത്തെ ഉണ്ടാക്കി, ഈ ദൈവമാണ്. ഇതാണ് ശമരിയയുടെ അധപതനം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഈ ട്രൂത്ത് മനസ്സിലാക്കണം. അപ്പം ഇനിയും വരുന്ന സബ്സിക്വൻ്റ്ലി എന്തായാലും ഇതിനേക്കാളും വേഴ്സ്റ്റേ ആവത്തുള്ളൂ. തുടക്കത്തിൽ തന്നെ അവർക്ക് പിഴച്ചുപോയി, തുടർന്ന് അങ്ങോട്ട് പിഴച്ചുപോയി. അതുകൊണ്ട് തന്നെ അവരുടെ മേളിലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയും ഇമ്മീഡിയറ്റ് ആയിരുന്നു. അപ്പം ഈ ബാബിലോൺ പ്രവാസത്തിന് മുമ്പേ മറ്റൊരു പ്രവാസമുണ്ടായിരുന്നു. അസീരിയ രാജാവ്, അതായത് ഈജിപ്തിലെ ഫറവോയുടെ രാജ്യത്വം കഴിഞ്ഞപ്പോൾ അടുത്ത എംപറർ ആയിരിക്കുന്നത് അസീരിയ കാലഘട്ടമാണ്. ഇന്ന് നമ്മൾ സൂപ്പർ പവേഴ്സ് എന്ന് പറഞ്ഞതുപോലെ ഫറോയുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് അസീരിയ രാജാക്കന്മാരാണ് പിന്നീടുള്ള പ്രഗത്ഭരായ എംപറേഴ്സ്. അവരുടെ ഭരണം വന്നു. അവർ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാമ്രാജ്യമായി മാറി. ആ സാമ്രാജ്യത്തെ ദൈവം ഉപയോഗിക്കുകയാണ്. എന്തിനാണ്? ഈ നോർത്തേൺ ഇസ്രായേൽ, അതായത് വടക്കേ പ്രദേശമായിരിക്കുന്ന ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് പോകാൻ. അത് വിവരിച്ചിരിക്കുന്നത് 2 രാജാക്കന്മാർ അതിൻ്റെ 17-ാം അധ്യായത്തിലാണ്. നമുക്കതിലേക്കൊന്ന് പോകാം. 2 രാജാക്കന്മാർ 17-ന്റെ 5-ാമത്തെ വചനം ഒന്ന് വായിക്കാം. അശ്ശൂർ രാജാവ് രാജ്യത്ത് എല്ലായിടവും കൂടിക്കടന്ന് ശമര്യയിലേക്ക് വന്ന് അതിനെ 3 സംവത്സരം നിരോധിച്ചു. ഓക്കെ, ഹോശേയയുടെ 9-ാം ആണ്ടിൽ അശ്ശൂർ, അപ്പം ഹോശേയ എന്ന് പറഞ്ഞൊരു രാജാവായിരുന്നു. യെരോബോആം മരിച്ചു. അതിനുശേഷം ഈ രാജ്യത്വം ഇങ്ങനെ കൈമാറി ഹോശേയ എന്ന് പറഞ്ഞ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ആരെയാണ്? നോർത്തേൺ ഇസ്രായേൽ, ഈ ശമരിയ ആൾക്കാർ, ശമരിയ എന്നാണ് അവിടെ പറയുന്നത്. ഹോശേയയുടെ 9-ാം ആണ്ടിൽ അശ്ശൂർ രാജാവ് ശമര്യയെ പിടിച്ച് ഇസ്രായേലിനെ ബദ്ധരാക്കി അശ്ശൂരിലേക്ക് കൊണ്ടുപോയി. നോക്കിക്കേ, അപ്പോൾ ഫസ്റ്റ് ഇൻവേഷൻ, ഫസ്റ്റ് എക്സൈൽ എന്ന് പറയുന്നത് അസീറിയൻ എക്സൈലാണ്, ബാബിലോൺ എക്സൈൽ അല്ല. നമ്മൾ ദാനിയേൽ പുസ്തകം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തോന്നും ഇസ്രായേൽ ജനത്തെ മൊത്തത്തിൽ പിടിച്ചുകൊണ്ട് പോയതല്ല. ഈ ഇസ്രായേലിൻ്റെ ഒരു പാർട്ടിനെ ഇതിനു മുമ്പേ തന്നെ പിടിച്ചുകൊണ്ടുപോയി. അത് പിടിച്ചുകൊണ്ട് പോയത് അന്നത്തെ സാമ്രാജ്യമായ അശ്ശൂര് രാജാവാണ്. അതായത് ഇത് നടന്നത് ഏതാണ്ട് 721 BC ആണ്. ക്രിസ്തു വർഷത്തിന് 721 വർഷം മുമ്പേ. അതായത് ഇപ്പം നമ്മൾ വായിച്ചു 2 രാജ്യമായിട്ട് മാറി. ഈ 2 രാജ്യമായിട്ട് മാറിയത് ഏതാണ്ട് 922 വർഷം BC-യിലാണെങ്കിൽ ഏതാണ്ട് 200 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് ഓഫ് ദറ്റ് ഇസ്രായേൽ അവരെ അശ്ശൂർ രാജാവ് പിടിച്ചുകൊണ്ട് പോയി. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് അടുത്ത വേർഡിലേക്ക് വരാം. ഇസ്രായേൽ മക്കൾ തങ്ങളെ മിസ്രയീം രാജാവായ ഫറവോൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച് മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത് അന്യദൈവങ്ങളെ ഭജിക്കുകയും യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്നും
നീക്കിക്കളഞ്ഞിരുന്ന ജാതികളുടെ ചട്ടങ്ങളും അവയെ നടപ്പാക്കിയ ഇസ്രയേൽ രാജാക്കന്മാരുടെ ചട്ടങ്ങളെയും അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. നോക്കിക്കേ, അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്, അവരെ ദൈവം വിടുവിച്ചു. ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് ദൈവം ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ അന്യദേവന്മാരുടെ കസ്റ്റംസും കാര്യങ്ങളും പാലിച്ചു. അതിന് ചുക്കാൻ പിടിച്ചതാരാ? അവരുടെ രാജാവ്. അത് നമ്മൾ ആദ്യമേ കണ്ടു. അവരുടെ ആദ്യത്തെ രാജാവ് തന്നെ അതിന് ചുക്കാൻ പിടിച്ചു. പിന്നെ തുടർന്നുള്ള രാജാക്കന്മാർ അതിലും വേഴ്സ്റ്റ് ആകത്തേ ഉള്ളൂ. അവരങ്ങനെ അവർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ താഴോട്ട് പറയുകയാണ്. അവർ വിഗ്രഹം അർപ്പിച്ചു, പോരാഞ്ഞിട്ട് ഉള്ള ആഭിചാരക്രിയകളെല്ലാം ചെയ്തു. അവരുടെ മക്കളെ എന്ത് ചെയ്തു? അവരുടെ മക്കളെ തീയിലേക്ക് ഒക്കെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വേണ്ട. ഇങ്ങനെയുള്ള ബലികളും ഒക്കെ ദൈവം ഒരിക്കലും വെറുക്കുന്ന ബലികളെല്ലാം കൊടുത്തു. എന്നാൽ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ യഹോവ സകല പ്രവാചകന്മാരും ദർശകന്മാരും മുഖാന്തരം ഇസ്രായേലിനോടും യഹൂദരോടും നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നിങ്ങൾക്ക് അയച്ചു തന്നതുമായ ന്യായപ്രമാണത്തിന് ഒത്തവണ്ണമൊക്കെയും എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കുവീനെന്ന് സാക്ഷീകരിച്ചു. അപ്പം ഈ രണ്ട് സൈഡിലും ഇപ്പം നമ്മൾ ഓർക്കരുത്, ഇത് നോർത്തേൺ കിങ്ഡത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റേ സദേൺ കിങ്ഡം ആയിരിക്കുന്ന യഹൂദ ഗോത്രങ്ങൾ മര്യാദക്കാരായിട്ടല്ല ജീവിച്ചത്. അവരും വഴിവിട്ട് ജീവിച്ചു. പക്ഷേ ശമരിയയുടെ പാവം ഏറ്റവും കൂടുതലായിരുന്നു ആ കാലത്ത്. അങ്ങനെ ശമരിയക്കാരോടും ദൈവത്തിൻ്റെ ദാസന്മാരെ അയച്ചു. പക്ഷേ ആരും തന്നെ ആ വചനങ്ങളൊന്നും കൂട്ടാക്കാതെ വന്നപ്പോഴാണ് ഈ അശ്ശൂർ രാജാവിനെ ദൈവം എവിടെ അയച്ചത്? ഈ നോർത്തേൺ കിങ്ഡമായ 10 ഗോത്രത്തെ ഈ അശ്ശൂർ രാജാവ് പിടിച്ചുകൊണ്ട് പോയതായിട്ട് നമ്മൾ കാണുന്നു. അതേതാണ്ടോ 200 ഈ രാജ്യം രണ്ടായിട്ട് 200 വർഷത്തിന് ശേഷം സംഭവിച്ച ഒരു കാര്യമാണ്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവത്തിൻ്റെ കോപം അവിടെ വരികയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇവർ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ പോയി അങ്ങനെ വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ അനുഗമിച്ച് നടന്നു. അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ലംഘിച്ചു. ഉള്ള ദേവന്മാരെയെല്ലാം അവർ ഭജിച്ചു. അങ്ങനെ 18-ാമത്തെ വാക്യത്തിൽ, അത് നിമിത്തം യഹോവ ഇസ്രായേലിനോട്, ശ്രദ്ധിക്കുക, ഇവിടെ ഇസ്രായേൽ എന്ന് ഉദ്ദേശിച്ചത് ഈ 10 ഗോത്രമാണ്, ഗോത്രത്തോട് ഏറ്റവും കോപിച്ച് അവരെ തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യഹൂദ ഗോത്രം മാത്രമല്ലാതെ ആരെയും ശേഷിച്ചില്ല. അപ്പോൾ യഹൂദ ഗോത്രം ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഈ അശ്ശൂർ രാജാവ് എടുത്തുകൊണ്ട് പോയതായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ ദൈവം ആ ഇസ്രായേലിൻ്റെ സന്തതികളെ, ദ ലോർഡ് റിജക്റ്റഡ് ഓൾ ദ ഡിസെൻഡൻസ് ഓഫ് ഇസ്രായേൽ, എന്നിട്ട് ഈ പ്ലണ്ടേഴ്സിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. 21-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഇവരുടെ ആദ്യ രാജാവായ ജെറോബാം അവർക്ക് ചെയ്ത തെറ്റ്, അവരെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചതിനെക്കുറിച്ച് വീണ്ടും ദൈവം മെൻഷൻ ചെയ്യുകയാണ്. അവൻ ഇസ്രായേലിനെ ദാവീദ് ഗൃഹത്തിൽ നിന്നും പറിച്ചു കളഞ്ഞോ. ഇതേ വാക്കാണ് ശലോമോനോട് പറഞ്ഞത്, നിന്റെ രാജ്യത്വം പറിച്ചു കളയും. അവർ നെബാത്തിൻ്റെ മകനായ യൊരോബാമിനെ രാജാവാക്കി. യൊരോബാം ഇസ്രായേലിനെ യഹോവയെ വിട്ടുമാറുവാൻ ഇടയാക്കി അവരെ കൊണ്ട് വലിയ ഒരു പാപം ചെയ്യിച്ചു. ഇതിപ്പോൾ എഴുതിയത്, ഇത് യൊരോബാം ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ഭാഗമാണ് ഇത് എഴുതുന്നെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതുവാണ് ഇവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്. ഇവരുടെ ആദ്യ രാജാവായ യൊരോബാം തന്നെയാണ് ഇവരെ തെറ്റിലേക്ക് നയിച്ചത്, ഈ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചത്. നോക്കിക്കേ, അങ്ങനെ നമ്മൾ വായിക്കുന്നു 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, അവർ അവയെ വിട്ടുമാറുകയാൽ, അതായത് ദൈവത്തിൻ്റെ വചനത്തെ യഹോവ പ്രവാചകന്മാരായ തൻ്റെ സകല ദാസന്മാർ മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശ്ശൂരിലേക്ക് പോകേണ്ടി വന്നു, ഇന്നുവരെയും അവിടെ ഇരിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനെയാണ് ഈ അസീറിയൻസിലേക്ക് ആദ്യത്തെ പ്രയാണം, ആദ്യത്തെ എക്സൈലിംഗ്, നാട് കടത്തപ്പെടുന്നത് അറിയുന്നത്. അപ്പം ബാബിലോണിലേക്കുള്ള പ്രവാസമല്ല ആദ്യത്തേത്, ആദ്യമേ അസീരിയയിലേക്ക് ഒരു രാജ്യത്തിൻ്റെ 10 ട്രൈബ്സ് അല്ലെങ്കിൽ നോർത്തേൺ കിങ്ഡത്തെ മൊത്തത്തിൽ അശ്ശൂർ രാജാവ് അവിടെ കൊണ്ടുപോയി. എന്നാൽ ഇതിന് ശേഷം ഏതാണ്ട് 115 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 605 അല്ലെങ്കിൽ 6 BC-യിലാണ് നമ്മൾ
ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം സംഭവിക്കുമ്പം ഏതാണ്ടോ 115 വർഷം കഴിഞ്ഞു. ഏതിന് ശേഷം ആദ്യത്തെ ശമരിയ അല്ലെങ്കിൽ നോർത്തേൺ ഇസ്രയേലിലെ അശ്ശൂർ രാജാവ് പിടിച്ചുകൊണ്ട് പോയി. പിന്നീട് അസീറിയൻസിൻ്റെ പ്രാതിനിധ്യമൊക്കെ കുറഞ്ഞു. അങ്ങനെ പിന്നീട് ഉടലെടുത്ത ഒരു സാമ്രാജ്യമാണ് ബാബിലോൺ. ഏതാണ്ട് 115 കൊല്ലം കഴിഞ്ഞപ്പോൾ ആയപ്പോഴത്തേനും ബാബിലോൺ സാമ്രാജ്യം വളരെയധികമായി പ്രബലപ്പെട്ടു. ആ ബാബിലോൺ സാമ്രാജ്യം ആണ് ഇവിടെ വന്ന് ഈ യഹൂദന്മാരെയും പിടിച്ചുകൊണ്ട് പോകുന്നത്. അതിന് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമുക്ക് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ചിന്തിക്കാം.